ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ നിങ്ങളുടെ പരിസര പഠനം എന്ന സബ്ജക്റ്റാണ്. അതിൽ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മക്കളെ നമ്മുടെ 8ാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് യെസ്റ്റർ ഇയേഴ്സ് ആൻഡ് നൗ എന്നതാണ് അല്ലേ. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ കൂട്ടുകാരുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്നലെ ഇന്ന് എന്നതാണ് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ, അവിടെ നിങ്ങൾക്ക് ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പിക്ചർ കാണാം അല്ലേ. ഒരു മുത്തശ്ശനും അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവൻ എന്തെല്ലോ കാര്യങ്ങൾ നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. ഗ്രാൻഡ് ഫാദർ, വാസ് മൈ സ്കൂൾ എ താച്ചഡ് ഷെഡ് വിത്ത് ബാംബോ പ്ലൈ വാൾസ് ഇൻ ദി പാസ്റ്റ്? എന്താണ് അവൻ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിച്ചത്? മുത്തശ്ശ, എൻ്റെ സ്കൂൾ പണ്ടെന്ന് പറയുന്നത് ഒരു ഓല മേഞ്ഞിട്ടുള്ള അല്ലേ, നമ്മൾ മക്കൾ കണ്ടിട്ടില്ലേ പണ്ടുള്ള ഒരുപാട് സ്കൂളുകളായിക്കോട്ടെ നമ്മുടെ വീടുകളായിക്കോട്ടെ ഇപ്പോൾ ഉള്ള കോൺക്രീറ്റ് പോലെയുള്ളതാണോ? അല്ല അല്ലേ, ഓല മേഞ്ഞതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, പണ്ട് എൻ്റെ സ്കൂളും അത്തരത്തിലായിരുന്നോ അല്ലേ, പനമ്പോ അതുപോലെ തന്നെ ഓലയും കൊണ്ടൊക്കെ മറിച്ചിട്ടുള്ള ഷെഡായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ മുത്തശ്ശൻ എന്ത് പറയുന്നുണ്ട്? അതേ മോനെ, അന്ന് ക്ലാസ് മുറികളുടെ തറയൊക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കിയതും അതുപോലെ തന്നെ പൊടിമണ്ണ് നിറഞ്ഞതൊക്കെ ആയിരുന്നു എന്നാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. ഇപ്പോഴെങ്ങനെയാണ് മക്കളെ നമ്മുടെ ക്ലാസ് മുറികൾ? ഇത്തരത്തിൽ മണ്ണും പൊടിയും പിടിച്ച് കിടക്കുന്നതാണോ? അല്ല അല്ലേ, കോൺക്രീറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്കൂളുകളിൽ ഇപ്പം എന്താണ്, നിങ്ങളുടെ ഫ്ലോർ എന്ന് പറയുന്ന ടൈൽസും മറ്റുമൊക്കെ ഇട്ടതായിരിക്കും അല്ലേ. പൊടി പിടിച്ചതും മറ്റുമായിട്ടാണോ ഉള്ളത് മക്കളെ? അല്ല അല്ലേ, നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ സ്കൂൾ മാഗസിൻ്റെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. എന്താ, നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ വിദ്യാലയം, മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. നോക്കിക്കേ മക്കളെ, My school was established by the people of the village in 1954. The first building was built using locally available materials such as dried coconut leaves and the wood of aca palm. At that time, the school started functioning by appointing educated persons of the village itself as teachers. In those days, people had to walk long distance to attend this school. It was not possible for everyone to do so, and hence many of the villagers could not attend this school. The school was taken over by the government in 1964. Later, more buildings were built for the school. During that time, a bridge was built across the river in the village, which helped more students to attend the school. During that time, half of the classes were held in the morning and remaining in the afternoon because there were not enough number of classrooms. This system continued for many more years. എന്താണ് മക്കളെ ആ ഒരു സ്കൂൾ മാഗസിനിൽ പറഞ്ഞിട്ടുള്ള കാര്യം? നോക്കിക്കേ, നാട്ടുകാർ ചേർന്ന് 1954 എൻ്റെ സ്കൂൾ തുടങ്ങിയത്. നാട്ടിൽ ലഭ്യമായ ഓലയും കമുകും അതുപോലെ തന്നെ ഓലയും കവുങ്ങും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തെ അല്ലേ സ്കൂളിൻ്റെ ആദ്യത്തെ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അന്ന് നാട്ടിലുള്ള വിദ്യാഭ്യാസം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു അവിടെ ടീച്ചേഴ്സായിട്ടല്ലേ, അധ്യാപകരായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ പഠനം ആരംഭിച്ചത് ഈ ആളുകളല്ലേ, നാട്ടിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്തിട്ട് അവരെ ടീച്ചേഴ്സ് ആക്കിക്കൊണ്ടാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്, പഠനം ആരംഭിച്ചത് കേട്ടോ. അതുപോലെ തന്നെ വളരെ ദൂരെയുള്ള സ്കൂളിലേക്കൊക്കെ അന്നത്തെ കാലത്ത് എന്ത് ചെയ്യായിരുന്നു, നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ. ഇന്നത്തെ കാലത്തെ പോലെ വണ്ടിയും സൗകര്യങ്ങളും അവിടെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നോ മക്കളെ? ഇല്ല അല്ലേ. അപ്പം ഈ വളരെ ദൂരെ നടന്നു പോവുക എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഇല്ല അല്ലേ, എല്ലാവർക്കും അതിന് സാധിച്ചിരുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നാട്ടിലെ കുറേ പേരെന്തായിരുന്നു, സ്കൂളിൽ പോയിട്ടില്ല അല്ലേ. അങ്ങനെ 1964 സ്കൂൾ എന്ത് ചെയ്തത്, സർക്കാർ ഏറ്റെടുത്തത് കേട്ടോ. പിന്നീട് സ്കൂളിന് കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. ആ സമയത്താണ് എന്ത് ചെയ്തത്, നാട്ടിലെ പുഴയ്ക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു, പാലം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പാലം വന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് മക്കളെ? പാലില്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു സ്ഥലത്തായിരിക്കില്ല നമുക്ക് എത്തേണ്ടത്. അതായത് ഒരു പുഴ ഉണ്ടായിരിക്കും, പുഴയുടെ അക്കരെ നമ്മളായിരിക്കും, ഇക്കരെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ എത്തേണ്ടതില്ലേ. അപ്പം നമുക്കിങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരത്തേ ഉള്ളൂ. പക്ഷേ ഒരു റിവറിന് ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലല്ലെങ്കിൽ എന്താണ് അവസ്ഥ മക്കളെ? നമ്മൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ കുറേ ചുറ്റിയിട്ട് വേണം എവിടെ എത്താനായിട്ട്, ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടില്ലേ. പക്ഷേ ഡയറക്റ്റ് ആയിട്ടൊരു പാലം വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് മക്കളെ കാര്യമുള്ളത്? എന്തൊക്കെയാണ്, നമ്മൾ അങ്ങനെ ചുറ്റി തിന്ന് ഒരുപാട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താം അല്ലേ.
ഓക്കെ. അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെന്ത് വന്നിട്ടുള്ളത്, അവിടെ പുഴയ്ക്ക് കുറുകെയായിട്ട് പാലം വന്നത്. തുടർന്ന് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂടി വന്നു അല്ലേ. കാര്യം പാലം വന്നതോട് ഈസി ആയില്ലേ സ്കൂളിൽ പോകാനൊക്കെ. അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യേണ്ടിയിരുന്നു അല്ലേ, ഒരുപാട് ദൂരം നടന്നു പോകേണ്ടിയിരുന്നു. അപ്പോൾ ആളുകളൊക്കെ സ്കൂളിൽ കുറവായിരുന്നു. ഈ പാലം വന്നതോടുകൂടിയിട്ട് എന്ത് ചെയ്തു, സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്കാലത്ത് ക്ലാസ് മുറികൾ വളരെ കുറച്ച് എണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യില്ല, എല്ലാ കുട്ടികളെയും ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാനായിട്ട് കഴിയില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, രാവിലെ അതായത് ഉച്ച വരെ എന്ത് ചെയ്യും, ഒരു ക്ലാസ്സിന് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ക്ലാസ് അല്ലേ. അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് കാലത്തേക്ക് പഠനം ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ, വിദ്യാലയ ചരിത്രം എഴുതുന്നതിന് സഹായിച്ചത് അധ്യാപകൻ, മുതിർന്നവർ, വാർഡ് മെമ്പർ അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സ്കൂളിൻ്റെ വിദ്യാലയ ചരിത്രമാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ, സ്കൂൾ മാഗസീനിലുള്ളതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ മുതിർന്ന അധ്യാപകരോടോ ഒക്കെ അന്വേഷിച്ച ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിലും ഒരു കാലത്ത് ഇങ്ങനെയായിരിക്കും, ഇത്ര പെട്ടെന്ന് തന്നെ ഒരു കോൺക്രീറ്റ് കെട്ടിടമൊന്നും ഉണ്ടാക്കിയിട്ടായിരിക്കില്ല ചിലപ്പോൾ സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. കുറേ സ്കൂളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടിലും, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്കൂളുകൾ. അപ്പോൾ മക്കളുടെ സ്കൂൾ അത്തരത്തിലുള്ളൊരു സ്കൂളാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിലുള്ള മറ്റ് ടീച്ചേഴ്സൊക്കെ ആയിട്ട് അന്വേഷിച്ച് നോക്കുക. ഓക്കെ മക്കളെ, ഇനി നോക്കിക്കേ, നമ്മളിപ്പോൾ അവിടെ സോനു തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്കൂളിൻ്റെ ചരിത്രമാണ് വായിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ, യു ഹാവ് റീഡ് ദി ഹിസ്റ്ററി ഓഫ് ദി സ്കൂൾ പ്രിപ്പയർഡ് ബൈ സോനു അല്ലേ. സോനു തയ്യാറാക്കിയിട്ടുള്ള സ്കൂളിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. വാട്ട് ഓൾ incidents have been mentioned in the school history written by Sonu. In which year was the school established? How was the first building built? Who were the first teachers? What were the benefits of constructing the bridge across the river? എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. നമ്മുടെ സോനു തയ്യാറാക്കിയിട്ടുള്ള സ്കൂൾ ചരിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ, അത് നമ്മൾ വായിച്ചു. അപ്പോൾ സോനു എഴുതിയ സ്കൂൾ ചരിത്രത്തിൽ എന്തെല്ലാം സംഭവങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഏത് വർഷമാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ തന്നെ ആദ്യം കെട്ടിടം എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത് അല്ലേ. ആ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കാര്യം പറയുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആദ്യകാലത്ത് അധ്യാപകർ ആരായിരുന്നു എന്നുള്ളതിൽ ഇപ്പോൾ ഉള്ള അധ്യാപകരെ പോലെയാണോ മക്കളെ? അല്ല, അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു, നാട്ടിൽ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളെയായിരുന്നു അവിടെ ടീച്ചേഴ്സായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുഴ അല്ലേ, പുഴയ്ക്ക് കുറുകെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, പാലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർമ്മിച്ചത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് അല്ലേ. ഇതൊക്കെ എന്താണ് മക്കളെ, നമ്മുടെ ഡയറിയിലല്ല, നമ്മുടെ മാഗസിനിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ മക്കളെ, ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഡയറിയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഏത് വർഷമാണ് സ്കൂൾ തുടങ്ങിയിട്ടുള്ളത്, ആദ്യത്തെ കെട്ടിടം ഏതാണ്, ആദ്യത്തെ അധ്യാപകർ ആരായിരുന്നു, അതുപോലെ തന്നെ പാലം നിർമ്മിച്ചതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമ്മുടെ സ്കൂൾ ചരിത്രത്തിലെ മാഗസിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ആ ഒരു മാഗസിനിൽ സ്കൂളിൻ്റെ ചരിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, അതുപോലെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിക്കേ. ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് അല്ലേ, ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. നോക്കിക്കേ മക്കളെ, നമ്മുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്രമേണ വികസിച്ച് വന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, പിന്നെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, കണ്ടക്ട് ഓഫ് ക്ലാസ്സസ് ഇൻ ദി ഏർലി ഡേയ്സിലെ, അതായത് ആദ്യകാലങ്ങളിലൊക്കെ എങ്ങനെയാണ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചത് എന്നതിനെക്കുറിച്ചിട്ടും നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ, ആ ഒരു മാഗസിനിൽ പറയുന്നുണ്ട്. ഇനി മക്കളുടെ അവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ടു ബി ആഡഡ് ടു കംപ്ലീറ്റ് സോനൂസ് സ്കൂൾ ഹിസ്റ്ററി കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, വാട്ട് അഡീഷണൽ ഇൻഫോർമേഷൻ ഈസ് ടു ബി ആഡഡ് ടു കംപ്ലീറ്റ് സോനൂസ് സ്കൂൾ ഹിസ്റ്ററി അല്ലേ. നമ്മുടെ സോനുവിൻ്റെ സ്കൂൾ ഹിസ്റ്ററിയിൽ അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവാനായിട്ട് എന്തൊക്കെ അഡീഷണൽ ഇൻഫോർമേഷനാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ 3 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കൂൾ, കറൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്കൂൾ, ചേഞ്ചസ് ഇൻ ദി ലൊക്കാലിറ്റി അല്ലേ. അതായത് നോക്കിക്കുക മക്കളെ, എന്തൊക്കെ അതിൽ നമുക്ക് ഉൾപ്പെടുത്തണം, സ്കൂളിൻ്റെ തുടർന്നുള്ള വികസനം നമുക്കതിൽ ഉൾപ്പെടുത്തണം അല്ലേ. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ സവിശേഷതകൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നാട്ടിലെ മാറ്റങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തണം മക്കളെ, ഈ ഒരു ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തണം അല്ലേ. ഓക്കെ,
അപ്പോൾ അത് മിസ്സ് ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് എടുത്തത് വരെയുള്ള പോർഷൻസിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ മക്കളത് നോക്കുക. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം കേട്ടോ മക്കളെ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ നോട്ട്. അതിനുശേഷം മിസ്സ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്, സ്കൂളിൻ്റെ ആ ഒരു ചരിത്രരചന പൂർത്തിയാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് നമ്മൾ ഇനിയും ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം മക്കളെ? നമ്മുടെ സമൂഹത്തോടുള്ള സ്കൂളിൻ്റെ സംഭാവന അല്ലേ, അതായത് കോൺട്രിബ്യൂഷൻ ഓഫ് സ്കൂൾ ടു സൊസൈറ്റി അല്ലേ, അത് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൻ്റെ നേട്ടങ്ങളില്ലേ, അച്ചീവ്മെൻറ്റ് ഓഫ് സ്കൂൾ അല്ലേ, അച്ചീവ്മെൻറ്റ്സ് ഓഫ് സ്കൂൾ നമുക്കതിൽ ഉൾപ്പെടുത്താം അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലേ. ഓക്കെ മക്കളെ, അതുപോലെ നിലവിൽ സ്കൂളിൻ്റെ പ്രാധാന്യം അല്ലേ, പ്രസൻറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്കൂൾ അല്ലേ, ഇതൊക്കെ നമ്മൾ ആ ഒരു ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതിന് മിസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നിങ്ങളടുത്ത് പറയുന്നുണ്ട്, ഇതുപോലെ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പഴയകാല വിവരങ്ങൾ ശേഖരിച്ച് സ്കൂൾ ചരിത്രം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കി എൻ്റെ പരിസര പഠനം പുസ്തകത്തിൽ എഴുതൂ. അത് മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂളിലുള്ള മുതിർന്ന അധ്യാപകരോടോ നിങ്ങളുടെ മറ്റ് അധ്യാപകരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളോടൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കുക, നിങ്ങളുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററി ചോദിക്കുക. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂളിൻ്റെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു ഹിസ്റ്ററി, നിങ്ങളുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററി തയ്യാറാക്കണം. നോക്കിക്കുക മക്കളെ, ഇനി നമുക്കവിടെ ഒരു ചെറിയൊരു ഭാഗം തന്നിട്ട് സ്കൂളിൻ്റെ വികസനം നാടിൻ്റെയും അല്ലേ, സ്കൂളിൻ്റെ വികസനം നാടിൻ്റെയും, ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കൂൾ ആസ് വെൽ ആസ് ദി ഹോംലാൻഡ് അല്ലേ, ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കൂൾ ആസ് വെൽ ആസ് ദി ഹോംലാൻഡ്. കൂട്ടുകാർക്ക് അവിടെ താഴെ ചിത്രത്തിൽ സ്കൂൾ ദെൻ അതുപോലെ തന്നെ സ്കൂൾ നൗ അല്ലേ, അതായത് മുന്നേ കാലത്തുള്ള സ്കൂൾ നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളും തന്നിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് മക്കളെ വന്നിട്ടുള്ളതെന്ന് നോക്കിക്കുക മക്കളെ. ആദ്യകാലങ്ങളിൽ സ്കൂൾ എങ്ങനെയായിരുന്നു, സ്കൂൾ കെട്ടിടങ്ങൾ എങ്ങനെയായിരുന്നു, ആ ഓല കൊണ്ടും മുള കൊണ്ടും അല്ലേ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ക്ലാസ് മുറികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇന്നത്തെ സ്കൂൾ നോക്കിക്കുക മക്കളെ, കോൺക്രീറ്റ് ആണല്ലേ, മുഴുവൻ കോൺക്രീറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലോർ നമ്മുടെ ആദ്യകാലത്ത് പോലെയുള്ള മണ്ണും ചെളി നിറഞ്ഞ ഫ്ലോർ ആണോ, അല്ല അല്ലേ. എല്ലാം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, കുട്ടികൾക്ക് ഒരു യൂണിഫോം ഉണ്ട് അല്ലേ. അങ്ങനെ ഒത്തിരി ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. ആദ്യകാലങ്ങളിലുള്ള നോക്കിക്കുക മക്കളെ, കൃത്യമായിട്ടുള്ള യൂണിഫോമോ കാര്യങ്ങളോ നമുക്കതിൽ കാണാനായിട്ട് പറ്റില്ല അല്ലേ. ചെറിയൊരു ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള അതിനകത്തായിരുന്നു അവരുടെ ഒരുപാട് കുട്ടികളുടെയും ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ആ ഒരു ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. രാവിലെ കുറച്ച് കുട്ടികൾ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വേറെ കുറച്ച് കുട്ടികളുടെ ക്ലാസ്, അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് ടു സ്കൂൾസ് നൗ എ ഡേ, അതായത് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലേ, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കെട്ടിടങ്ങൾ. പിന്നെ അതുപോലെ ക്ലാസ് റൂം വിത്ത് മോഡേൺ ഫെസിലിറ്റീസ് അല്ലേ, ക്ലാസ് റൂം വിത്ത് മോഡേൺ ഫെസിലിറ്റീസ്, അതായത് ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ക്ലാസ് മുറികളുണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട് മക്കളെ, വളരെ പ്രധാനമാണ് കുടിവെള്ള സൗകര്യം ഉണ്ട് അല്ലേ. എന്താണ് കുടിവെള്ള സൗകര്യം ഉണ്ട് അല്ലേ, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ അല്ലേ, ജൈവ വൈവിധ്യോദ്യാനം എവിടെയുണ്ട് മക്കളെ, നമ്മുടെ സ്കൂളിലുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ് ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ സ്കൂളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കില്ലേ. എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, അത് നോക്കി വെക്കുക. ഇനി നമുക്കതിലേക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം മക്കളെ, സ്മാർട്ട് ക്ലാസ് റൂം വിത്ത് ഡിജിറ്റൽ ബോർഡ്സ് അല്ലേ. സ്മാർട്ട് ക്ലാസ് റൂം ഇല്ലേ മക്കളെ, അതുപോലെ തന്നെ ഡിജിറ്റൽ ബോർഡുകളൊക്കെ ഇല്ലേ മക്കളെ സ്കൂളിൽ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം അല്ലേ. ഡിജിറ്റൽ ബോർഡുകളോട് കൂടിയിട്ടുള്ള ക്ലാസ് മുറികൾ. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ്സ് ആൻഡ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് അല്ലേ, കമ്പ്യൂട്ടർ ലാബുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ലബോറട്ടറീസ് അല്ലേ, നമുക്ക് ശാസ്ത്രവും ഗണിതമൊക്കെ പഠിക്കാനുള്ള ലാബുകളുണ്ട്. പിന്നെ ക്ലീൻ ടോയ്ലറ്റ്സ് ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് അല്ലേ, അതായത് ശുചിത്വമുള്ള നമ്മുടെ ടോയ്ലറ്റുകളുണ്ട്. അതുപോലെ നമുക്ക് സാനിറ്റേഷൻ സൗകര്യങ്ങളൊക്കെ നമ്മുടെ എവിടെയുണ്ട് മക്കളെ, സ്കൂളിലുണ്ട് അല്ലേ. അതുപോലെ മിഡ് ഡേ മീൽ ഫെസിലിറ്റി, അതായത് നമ്മുടെ ഉച്ചഭക്ഷണ പരിപാടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉച്ചഭക്ഷണം എന്താണ് നമ്മുടെ സ്കൂളിലുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ പല സ്കൂളുകളിലൊക്കെ CCTV ക്യാമറാസൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ സേഫ്റ്റിക്കായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. മിസ് നിങ്ങൾക്ക് നോട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങളോട് അവിടെ ഒരു ചോദ്യമുണ്ട്, നാട്ടിലുള്ള സ്കൂളുകൾക്ക് മാത്രമാണ് ഇതുപോലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്, പണ്ടുകാലത്തെ വീടുകളിൽ നിന്ന് ഇപ്പോഴത്തെ വീടുകൾക്കുള്ള മാറ്റം നിരീക്ഷിക്കൂ. നാട്ടിലുള്ള സ്കൂളുകൾക്ക് മാത്രമാണോ മക്കളെ ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്?
ആണോ? ആ, അല്ല അല്ലേ, നമ്മുടെ വീടായിക്കോട്ടെ, ഇനി നമ്മുടെ ചുറ്റുപാടിലുള്ള എവിടേക്ക് നോക്കുകയാണെങ്കിലും എന്താണ് മക്കളെ, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യം താമസിച്ചിരുന്ന വീടുകളൊക്കെ ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് നിങ്ങളുടെ അച്ഛനും അമ്മയോടോ അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയോടോ ഒക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ഇതുപോലെ ഇപ്പം നമ്മൾ താമസിക്കുന്ന പോലെ കോൺക്രീറ്റ് വീട്ടിലൊക്കെ ആയിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല അല്ലേ, ഓല മേഞ്ഞ വീടും ഓട് മേഞ്ഞ വീടും ഷീറ്റിട്ട വീട്ടിലൊക്കെ താമസിച്ച ആളുകളുണ്ടായിരിക്കും അല്ലേ? അതായത് നമ്മൾ താമസിക്കുന്ന വീടുകളിലും സ്കൂളുകളിലായിക്കോട്ടെ, പിന്നെ ബിൽഡിങ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലായിടത്തും എന്ത് വന്നിട്ടുണ്ട് മക്കളെ, മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് മക്കളുടെ അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇന്നത്തെ വീടിനുള്ളതെന്ന് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീടിനുള്ള എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് എന്ന്. എന്താണ് മക്കളെ, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലില്ലാത്ത യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല അല്ലേ? എല്ലാം തന്നെയുണ്ട്. നമുക്ക് ആദ്യമൊക്കെ നമുക്ക് എന്താ ചെറിയൊരു വീട് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതുപോലെ 4 സൈഡും കെട്ടിമറിച്ചിട്ടൊരു സ്ഥലത്തായിരുന്നു നമ്മുടെ മുന്നേയുള്ള ആളുകൾ അല്ലേ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു കറണ്ട് ഇല്ലായിരുന്നു അല്ലേ? വെട്ടത്തിനൊക്കെ അവരെന്ത് ചെയ്യായിരുന്നു മക്കളെ, വിളക്ക് കത്തിച്ച് വെക്കുകയായിരുന്നു ചെയ്യുക. ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, കറണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് കിച്ചണിലൊക്കെ നമ്മുടെ സഹായത്തിനായിട്ട് ഒരുപാട് യന്ത്രങ്ങളുണ്ട് അല്ലേ? മിക്സി, അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട് അല്ലേ? ആദ്യകാലങ്ങളിലൊക്കെ അത് സാധ്യമായിരുന്ന മക്കളെ? അല്ല അല്ലേ? ആദ്യകാലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മക്കൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഭാഗം നന്നായിട്ട് നോക്കുക. നിങ്ങൾ അന്വേഷിച്ചറിയേണ്ട ഒരു കാര്യം മിസ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററി എന്താ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, അന്വേഷിച്ചറിയാം. ചില കൂട്ടുകാർക്കൊക്കെ ചിലപ്പോൾ പുതുതായിട്ട് പണിതിട്ടുള്ള സ്കൂളൊക്കെ ആയിരിക്കും അല്ലേ, പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള സ്കൂളൊക്കെ ആയിരിക്കും. അപ്പോൾ അതല്ലാതെ കൂട്ടുകാരുണ്ടായിരിക്കുമല്ലോ. നമ്മൾ പല ആളുകളും പഠിക്കുന്ന ഒരുപാട് വർഷക്കാലം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളുകളാണ് അല്ലേ, സ്കൂളിലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക, നാട്ടുകാരെടുത്ത് ചോദിക്കുക അല്ലേ? എന്നിട്ട് ആ ഒരു സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഒരു ഹിസ്റ്ററി എഴുതി തയ്യാറാക്കി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിലെ ബാക്കി പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.